ഞാൻ രേവതി. വെൽക്കം ടു ടേസ്റ്റ് വിത്ത് അസ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു വൈറ്റ് ഫോറസ്റ്റ് പേസ്ട്രി റെസിപ്പി ആയിട്ടാണ്. നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ മേടിക്കുന്ന അതേ ടേസ്റ്റോട് കൂടിയിട്ടുള്ള ഒരു റെസിപ്പിയാണത്. അപ്പോൾ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട നിങ്ങളുടെ സജഷൻസും അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം. ഇനിയും നല്ല നല്ല വീഡിയോസ് ആയിട്ട് എന്തായാലും വരുന്നതായിരിക്കും. അപ്പോൾ ഈ പേസ്ട്രി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് കണ്ടു നോക്കാം. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ ഈ എഗ്ലെസ് കേക്കും ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്ത അതേ മെത്തേഡ് തന്നെയാണ് ചെയ്യുന്നത്. അതായത് എഗ്ഗിന് പകരം ബട്ടർ മിൽക്ക് യൂസ് ചെയ്തുകൊണ്ടാണ് ഈ കേക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ അത്യാവശ്യം വലിയൊരു ബൗൾ എടുക്കാം. അതിലേക്ക് 1 കപ്പ് ചൂടുള്ള പാൽ ഒഴിച്ചു കൊടുക്കുക. അത്യാവശ്യം നല്ല ചൂട് വേണം. അതിലേക്ക് ഒരു 2 ടീസ്പൂൺ വിനീഗർ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിവിടെ ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ എഗ്ഗ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എഗ്ഗ് എടുക്കാം. അപ്പോൾ ഒരു 3 എഗ്ഗ് എടുക്കേണ്ടി വരും. അപ്പോൾ മുട്ട ഇല്ലാത്ത സമയത്ത് അല്ലെങ്കിൽ മുട്ടയുടെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു മെത്തേഡ്. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തൊന്ന് മാറ്റി വെക്കാം. അപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർക്കാം. അപ്പോൾ നിങ്ങൾ മുട്ട എടുക്കണമെങ്കിൽ ബാക്കി ഇനി അങ്ങോട്ടുള്ള സ്റ്റെപ്സ് എല്ലാം സെയിം തന്നെയാണ് കേട്ടോ. മുട്ട നന്നായിട്ട് ഫ്ലഫി ആയിട്ട് അടിച്ചെടുക്കണമെന്ന് മാത്രം. ഇനി ഇതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ വാനില എസൻസ് ചേർക്കാം. പിന്നെ വേണ്ടത് ഒരു 1/4 കപ്പ് ഓയില്. ബട്ടർ ആണെങ്കിൽ ബട്ടർ എടുക്കുക. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ എടുക്കുന്ന സാധനങ്ങളെല്ലാം റൂം ടെമ്പറേച്ചറിലായിരിക്കണം. ഫ്രിഡ്ജിൽ നിന്ന് നേരിട്ട് എടുത്ത് ഒരിക്കലും ഉപയോഗിക്കരുത്. അത് നമ്മുടെ കേക്കിനെ നന്നായിട്ട് ബാധിക്കും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കാം. അപ്പോൾ ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഇതിലേക്കുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. ഓൾ പർപ്പസ് ഫ്ലോർ അല്ലെങ്കിൽ മൈദ 2 കപ്പ്, 1 കപ്പ് പൊടിച്ച പഞ്ചസാര, മിൽക്ക് പൗഡർ ഒരു 6 ടേബിൾ സ്പൂണ്, ബേക്കിംഗ് പൗഡർ 1 ടീസ്പൂൺ, ബേക്കിംഗ് സോഡ 1/4 ടീസ്പൂൺ. മിൽക്ക് പൗഡർ ചേർത്ത ഒരു പ്രത്യേക ഫ്ലേവറും ആണ്, നല്ല ടേസ്റ്റും ആണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് അരിച്ച് ചേർത്ത് കൊടുക്കണം. നിങ്ങൾക്ക് വേണമെങ്കിൽ അരിച്ച് വെച്ചതിന് ശേഷം കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുത്താലും മതി. പക്ഷെ ഇങ്ങനെ ചേർത്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് ഒന്ന് പതുക്കെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് അങ്ങോട്ട് കുത്തി ഇളക്കാനൊന്നും പാടില്ല. വളരെ പതുക്കെ വേണം നമ്മളിത് ഇളക്കി മിക്സ് ചെയ്യാൻ. ഇനി ഇതിലേക്ക് 1 കപ്പ് പാല്, അതായത് ഒരു ഇളം ചൂടുള്ള പാലാണ് കേട്ടോ, അത് കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് പതുക്കെ പതുക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ ഇങ്ങനെ ഫോൾഡ് ചെയ്ത് വേണം നമ്മൾ എടുക്കാൻ. അപ്പോൾ നമ്മുടെ ബാറ്റർ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊരു കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 8 ഇഞ്ചിൻ്റെ സ്ക്വയർ ടിന്നാണ് എടുത്തിരിക്കുന്നത്. അത് ബട്ടർ പേപ്പറൊക്കെ വെച്ച് ബട്ടറൊക്കെ നന്നായിട്ട് ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ കണ്ടോ, നമ്മുടെ ബാറ്റർ ഒരു റിബൺ പോലെ വീഴും. ഇതാണ് അതിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസി എന്ന് പറയണത്. ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം, അതിൻ്റെ എയർ ബബിൾസ് ഒക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിവിടെ ഒരു വലിയ പാൻ എടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ട് ഒരു 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ കേക്കിൻ്റെ ബാറ്റർ മിക്സ് ചെയ്യുന്ന സമയത്ത് ഇതൊന്ന് പ്രീ ഹീറ്റ് ചെയ്ത് അവിടെ വെച്ചാൽ മതി. അപ്പോൾ നമുക്ക് നമ്മുടെ കേക്ക് ടിൻ ഇതിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 30 മിനിറ്റ്സ് ബേക്ക് ചെയ്തെടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ലോ ഫ്ലെയിമിൽ വെക്കാം. പക്ഷേ ലോ ഫ്ലെയിമിൽ വെക്കുമ്പോൾ അതിൻ്റെ അടി ഭയങ്കരമായിട്ട് മുരിഞ്ഞു പോകണ പോലെ എനിക്ക് തോന്നിയിട്ടുള്ളത്. ലോ ഫ്ലെയിമിലാണ് വെക്കുന്നതെങ്കിൽ ഒരു 45 മിനിറ്റ്സ് ഒക്കെ എടുക്കും. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്യണതാണ് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. എല്ലാ വശവും ഒരേപോലെ ഉണ്ടാവും. അപ്പോൾ ഞാനത് ഇവിടെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് 30 മിനിറ്റ്സ് ആണ് ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അത് നന്നായിട്ട് തണുക്കണം. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള വിപ്പിംഗ് ക്രീം റെഡിയാക്കി എടുക്കാം. അപ്പം ഞാനിവിടെ 1 പാക്കറ്റ് വിപ്പിംഗ് പൗഡർ എടുത്തുള്ളൂ. പക്ഷെ അത് പോരാ, ഇതിലേക്ക് ഒരു 2 പാക്കറ്റെങ്കിലും വേണം. അപ്പോൾ നിങ്ങൾ വിപ്പിംഗ് ക്രീമാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഒരു 1.5 കപ്പ് ഇതിലേക്ക് ആവശ്യമാണ്. വിപ്പിംഗ് പൗഡർ ആണെങ്കിൽ 2 പാക്കറ്റ് എടുക്കുക. അപ്പോൾ വിപ്പിംഗ് പൗഡർ വെച്ച് ചെയ്യുന്നത് ഞാൻ മുന്നത്തെ വീഡിയോയിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അതൊന്ന് കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ക്രീം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഈ കേക്കിൻ്റെ സൈഡിൽ കുറച്ച് ഹാർഡായിട്ടുള്ള ഭാഗങ്ങളൊക്കെ ഒന്ന് മുറിച്ച് മാറ്റിക്കളയാം. എന്നിട്ട് ഞാൻ ഈ കേക്കിനെ 3 ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതും ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ക്രീമൊക്കെ അപ്ലൈ ചെയ്യാം. ഒരു കേക്ക് ബോർഡ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ക്രീമെല്ലാം ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് ആക്കിയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ക്രീം ഒന്ന് കേക്ക് ബോർഡിൻ്റെ മുകളിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മുടെ ഫസ്റ്റ് പീസ് വെച്ച് കൊടുക്കാം.
എന്നിട്ട് അതിലേക്ക് ഷുഗർ സിറപ്പ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഷുഗർ സിറപ്പിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/4 കപ്പ് പഞ്ചസാരയും 1/2 കപ്പ് വെള്ളവും പിന്നെ ചെറി കുറച്ച് ചെറുതായി അരിഞ്ഞതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അലിയിച്ചെടുത്തു. ഒരുപാട് കുറുക്കേണ്ട ആവശ്യമൊന്നുമില്ല, ആ പഞ്ചസാര നമുക്കൊന്ന് അലിഞ്ഞ് കിട്ടിയാൽ മതി. അപ്പോൾ അത് ഞാനിവിടെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. അത്യാവശ്യം നന്നായിട്ട് സ്പ്രെഡ് ചെയ്യുക, നല്ല ജ്യൂസി ആയിട്ടിരിക്കണം നമ്മുടെ കേക്ക്. ഇനി നമ്മുടെ ക്രീം ഇതിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ക്രീം സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമ്മളിതിൻ്റെ മുകളിലേക്ക് കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം അടുത്ത പീസ് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്ത സ്റ്റെപ്സ് തന്നെ റിപ്പീറ്റ് ചെയ്യാം. ഒരുപാട് ഫിനിഷിങ്ങിൻ്റെ ആവശ്യമൊന്നുമില്ല, കാരണം നമ്മളിതിൻ്റെ മുകളിൽ വൈറ്റ് ചോക്ലേറ്റ്സ് ഇട്ട് കൊടുക്കുന്നുണ്ടല്ലോ. അപ്പോൾ നമ്മൾ എല്ലാ പീസും വെച്ച് കൊടുത്തു, അതിൻ്റെ മുകളിൽ ക്രീം ഇട്ട് കൊടുത്തു, അതിന് ശേഷം വൈറ്റ് ചോക്ലേറ്റ്സും ഇട്ട് കൊടുത്തു. അപ്പോൾ ഇത് പേസ്ട്രി ആയതുകൊണ്ട് തന്നെ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം. ആദ്യം ഒന്ന് മാർക്ക് ചെയ്തതിന് ശേഷം പതുക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാനിതിവിടെ 6 പീസായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിൽ ചെറുതായിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഒരു ചെറിയൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ ബേക്കറിയിൽ നിന്ന് വാങ്ങുന്ന അതേപോലെ ആയിട്ടില്ലേ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ സജഷൻസ് എല്ലാം കമൻസിലൂടെ അറിയിക്കുക. അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.